കണ്ടില്ല റാണിപുരം കണ്ടു. ഇവിടം വരെ റാണിപുരത്തിന്റെ അവസ്ഥ. ഇവിടം വരെ വന്നു നോക്കുമ്പോ റാണിപുരം കാണണം പറഞ്ഞു പോന്നാണ്. മഴ പെയ്തിട്ട് പറ്റിയില്ലട്ടോ രണ്ടാക്കും. ഇവിടം വരെ വന്നിങ്ങനെ ഇവിടെ നിന്ന് നോക്കി നിന്നുകാണ്ട് ഇനിയിപ്പൊ പോകണല്ലേ. ഇനി പോണ്ടേ? പെരും മഴയാണ്. റാണിപുരം കണ്ടില്ലേ? റാണിപുരം കണ്ടില്ലേ? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? റാണിപുരം സെറ്റ് അല്ലേ? അടിപൊളി. നല്ല ഇതിന് വന്നതേന്നുല്ലേ. പക്ഷെ ഇങ്ങോട്ട് എത്തി നോക്കുമ്പോ ഫുള്ള് കോടയാണ്. പെരും മഴയാണ്. അപ്പൊ അമണ്ട മഴയാണ് കേട്ടോ. അപ്പൊ ഞങ്ങക്ക് തിരിച്ചു പോകാനില്ലാതെ വേറെ നിവൃത്തിയില്ല അല്ലെ. അപ്പൊ നമ്മള് തിരിച്ചു പോവുകയാണ് വളരെ സങ്കടത്തോടെയും അല്ലേ ദുഃഖത്തോടെയും ഞങ്ങള് മടങ്ങുകയാണ്. മഴ മാറിയിട്ട് നമുക്ക് വന്ന് കയറാം. മഴ കുറവുള്ളപ്പോ വരണല്ലേ. മഴ കുറവുള്ളപ്പം വരാം. ആരുമില്ല, ഫുള്ള് കോടയാണ്. ഫുള്ള് എന്താ പറയാ, അതിന് മേലെ പോയി കഴിഞ്ഞാലും വേറെ പ്രശ്നമുണ്ട്. വഴി കയറിയത് ചിലപ്പോ നമ്മള് പൊട്ടും. ഇന്ന് വിടുന്നില്ല തോന്നുന്നുണ്ട്. ആരും വണ്ടികളൊന്നും ഇല്ല, ആരും വരുന്നും കാണാനില്ല. അപ്പൊ നമുക്ക് താഴോട്ട് പോവാം, പനത്തടിയിലോട്ട് പോകാം. തിരിച്ചു പോവാം അല്ലെ. അപ്പൊ പോണ റോഡും സംഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. നമുക്ക് കാണാൻ പറ്റുമോന്ന് അറിയില്ലല്ലോ. നല്ല മഴയാകുമ്പോ എന്താ വെച്ചാൽ നല്ല അടിപൊളി വ്യൂ ഉള്ള ഇതാണ്. അങ്ങനെ കണ്ട് പോകാം നമുക്ക്. കൂടാണ്ട് കൂടിക്കോളി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. ഫോളോ ചെയ്യാത്തോലും ഫോളോയും ചെയ്ത് ഒപ്പം കൂടിക്കോളിട്ടോ. അപ്പൊ പറ്റണ പോലെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇങ്ങനെ പോകാം. നല്ല അടിപൊളി റോഡാണ് അങ്ങോട്ട് വരുമ്പോ. ഇഷ്ടം ബസ്സും ഉണ്ട് തോന്നല്ലേ അങ്ങോട്ട്. കാഞ്ഞങ്ങാട് നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബസ്സിന് പോരാം. പിന്നെ അതല്ലെങ്കിൽ വണ്ടിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സൗകര്യമാണ്. ഇതിന്റെ മേലെ പാർക്കിങ്ങോ? അതിന് മേലെ വണ്ടി പാർക്ക് ചെയ്തേക്കണേ. കടകളൊക്കെ ഉണ്ട്. ഹോം സ്റ്റേ, റിസോർട്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ കുറെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. പിന്നെ റോഡ് കുറച്ച് നാരോ റോഡാണ്. ഫോറസ്റ്റ് ഏരിയ കൂടെ ഉള്ള റോഡല്ലേ. പെരും മഴയായിട്ടോ. മഴ ശക്തി കൂടി. ഉരുള് പൊട്ടുവോ എന്താ അറിയില്ല. കുറച്ച് ഡേഞ്ചർ ഏരിയയും കൂടിയാണ് കേട്ടോ. കുറച്ച് ഇങ്ങനെ കുന്നും മലയൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയയും കൂടിയാണ്. കാണാനൊക്കെ സ്റ്റൈലുള്ള അങ്ങനത്തെ സ്ഥലമാണ്. നല്ല മഴ കുറച്ച് കൂടിലോ. ഇങ്ങോട്ടൊക്കെ അവിടെ കണ്ടില്ലേ, ഒക്കെ റിസോർട്ട്, ഹോം സ്റ്റേ, ഹട്ടുകള് സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ എന്തിന്റെയൊക്കെയോ വർക്കുകൾ നടക്കുന്നു കേട്ടോ. പുതിയ ബിൽഡിങ്ങുകളൊക്കെ വരുമായിരിക്കും ഇനി. അപ്പൊ അതിന്റെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. മഴ പെരുമഴ കേട്ടോ. ഇന്ന് ഉച്ചവരെ കുറച്ച് നല്ല തെളിച്ചുണ്ടായിരുന്നു. രാവിലെ ഒക്കെ നല്ല ചെറുങ്ങനെ ഇടയ്ക്ക് ഓരോ തെളിച്ച് വെയിലിങ്ങനെ വരും. നാളെ റെഡ് അലർട്ട് തന്നെ ആവൂല അവിടെ. വണ്ടി എന്താ വെച്ചാല് നോക്കി കണ്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പണി പാടും. പിന്നെ നല്ല മഴ ആയോണ്ടേ അപ്പം നോക്കി കണ്ടൊക്കെ നമുക്ക് മെല്ലെ ഇങ്ങനെ സൂക്ഷിച്ചു പോകാം. പതുക്കെ പോവാലേ പതുക്കെ പോവാം. എങ്ങനെയുണ്ട് റാണിപുരം? ഈ റൂട്ട് എങ്ങനെയുണ്ട്? ഇവിടെ ഇതൊക്കെ നോക്കി, ഇതൊക്കെ ഹട്ടുകളും റിസോർട്ട് സംഭവങ്ങളാണ്. വളവുണ്ടല്ലേ ഇടയ്ക്കിടയ്ക്ക്, വളവും തിരിവും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ ചെറിയ വളവുകളൊക്കെ ഉണ്ട്. പിന്നെ ഇന്നിപ്പോ നമുക്കൊരു താഴെ കൊക്കെയാണ്. അങ്ങോട്ട് ആ ഭാഗത്തോട്ട് അവിടെ എന്താ ഒരു പഴയ ഒരു കെട്ടിടം കാണാലോ. അവിടെ റിസോർട്ടിന്റെ തന്നെ ആവൂലേ. പിന്നെ നല്ല വൈബ് സ്ഥലാട്ടോ. വൈബ് സ്ഥലാണ്. ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ ഉണ്ട്. ഗ്ലാസ് ബ്രിഡ്ജ് പാർക്കിംഗ് ഇതൊക്കെ ഇപ്പൊ ഓപ്പൺ ആയിന്നുണ്ട്. ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുക. അതോ വർക്ക് എന്തൊക്കെയോ നടക്കുന്നുണ്ട് അല്ലേ. ഇത് ഇത്രയും ദിവസം അടച്ചു കെട്ടേക്കല്ലായിരുന്നു. ഇത് അടിപൊളി ഒരു സംഭവം സെറ്റ് ആയിരുന്നു കേട്ടോ അവിടെ. കാണാനൊരു സ്റ്റൈൽ ഉണ്ടല്ലേ അവിടെ. പിന്നെ വീടുകളിലും ഉണ്ട് ഹോം സ്റ്റേ ഉണ്ടോ ഇങ്ങോട്ടല്ലേ. മാക്സിമം പൈസ ഇതാക്കുന്നുണ്ട്. ദൂരന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടല്ലോ ഇങ്ങോട്ടല്ലോ. ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ടാണ് ഇഷ്ടം പോലെ കർണാടകത്തുനിന്നും അവിടെ നിന്നൊക്കെ എത്ര വണ്ടികളാ വരുന്നറിയോ, ബൈക്കായിട്ടും കാറായിട്ടും. തമിഴ്നാട് കുറച്ച് കൂടുതലല്ലേ? തമിഴ്നാട്ടിന്നില്ല, കർണാടകത്തിൽ നിന്നാണ് കൂടുതൽ. നല്ല ഇറക്കാട്ടോ. മഴയത്താണ് അതിന്റെ ഒരു ഭംഗി അല്ലേ, സംഭവം സ്ഥലത്തിന്റെ ഒക്കെ ഒരു നാച്ചുറൽ ബ്യൂട്ടി കിട്ടല്ലേ. കിച്ചു എന്താ ഉണ്ടായിരിക്കുന്നേ? ഓ എന്താ ഇവിടെ മഴ എന്താണ് അങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കണേ?
തണുപ്പായിട്ടാ ഇവിടെ ആ ഇവിടെയാണ് ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത്. ഈ സൈഡിലല്ലേ നോക്കി പുറത്തോട്ട് നോക്കി നല്ല മനോഹരമായ കാഴ്ചയാണ്. നല്ല തണുപ്പാണ് ഗ്ലാസ് തുറന്നപ്പോ. ഇതാണ് ഇവിടെ കടകളൊക്കെ ഉണ്ട് ഇപ്പുറത്തെ സൈഡിൽ. കണ്ടോ ചായ കുടിക്കണമെങ്കിൽ ചായ കുടിക്കാം. വെള്ളച്ചാട്ടം ഉണ്ട്. നല്ല വെള്ളച്ചാട്ടാട്ടോ, അടിപൊളി. അവിടെ ഉണ്ടോ? ഇതുണ്ടല്ലേ പള്ളിയാണത്. പള്ളിയുടെ അടുത്താണ്. പള്ളി തന്നെയാന്ന് തോന്നുന്നത്. അത് പള്ളിയാണ്. അതിന്റെ അടുത്താണ് ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത്. ആ ഗ്ലാസ് ബ്രിഡ്ജിൽ കുറച്ച് ആൾക്കാരുണ്ട്. അവിടെയാ? അവിടെ പള്ളീന്റെ അവിടെ മുറ്റത്ത് അവിടെ വണ്ടി ഇട്ടിട്ട് നല്ല വൈബൊക്കെ ആസ്വദിക്കാനൊക്കെ ആണെന്നെ പോകുന്നുള്ളൂ. ഇപ്പം മഴയുള്ള സമയത്തൊന്നും അധികം പോരാൻ നിൽക്കണ്ട. വൈബ് ചിലപ്പോ മാറും. ഗ്ലാസ് തുറന്നിട്ട് പോകുമ്പോ ചീവീരിന്റെ സൗണ്ട് കേൾക്കാം അല്ലേ? അവിടെ അല്ലേ ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത്? അങ്ങോട്ടാണ്. മൊത്തത്തില് കോട നിറഞ്ഞ കാരണം ഒന്നും കാണാൻ പറ്റണില്ല. ഇപ്പൊ എന്താ വെച്ചാൽ നമുക്ക് മഴ പെയ്യുമ്പോ പേടിയാകൽ തുടങ്ങി. പണ്ടത്തെ പോലെ അല്ല. പണ്ട് എല്ലായിടത്തും ഫുള്ള് ഇങ്ങനെ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഇങ്ങനെ കേൾക്കല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ വെച്ചാല് പുറത്തിറങ്ങാൻ പേടിയായി തുടങ്ങി. അതപ്പൊ ഉണ്ടായത്. കഴിയുന്നതും എല്ലാരും ഇപ്പൊ ഈ സമയങ്ങളിൽ വീട്ടിലിരിക്കുക അല്ലേ? അതെ. നമ്മളിപ്പോ അവിടെ ഒരാൾ ഉണ്ടായിരുന്നു, ഇടുക്കിയുള്ള ഒരാളുണ്ടായിരുന്നു. അയാളെ കാണാൻ വേണ്ടിട്ട് വന്നാണ്. അവരിപ്പോ നാട്ടിലോട്ട് തടി പോയി. അവര് മഴ നാട്ടിൽ പോയി. അപ്പൊ ഇങ്ങനെ നമ്മളിപ്പോ ഉച്ചക്ക് പോന്നപ്പം നല്ല ഒരുവിധ വെയിലായിരുന്നു കേട്ടോ. ഉച്ച കഴിഞ്ഞാ പിന്നതാണ് അവസ്ഥ. നാളെ എന്നും ഉണ്ടാവും അറിയാം. എല്ലാപ്പോഴും ഉണ്ട് പെരുമഴ. പുറത്തിറങ്ങാൻ പറ്റൂല അല്ലേ? ഇപ്പൊ സ്കൂളും ഇല്ലല്ലോ. കൊറേ ദിവസമായിട്ട് ഒരാഴ്ച ആയിട്ട് ഫുള്ള് വീട്ടിൽ തന്നെയല്ലേ. നമുക്ക് നാട്ടിൽ പോയാൽ മതിയായിരുന്നല്ലേ? നമുക്ക് നാട്ടിൽ പോയാൽ മതി. ഒരാഴ്ച നിക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയ നമുക്ക്. വെള്ളിയാഴ്ച തന്നെ പോയാ മതിയെന്ന്. പേടിയാവില്ല ഒറ്റയ്ക്കാകുമ്പോ. അല്ലാത്ത ദിവസങ്ങളിൽ ഫുള്ള് വണ്ടികൾ ഉണ്ടാവുമായിരുന്നു. ഇന്നിപ്പോ വണ്ടികളൊന്നും ഇല്ല. അതാണ് നമുക്കൊരു പേടി പോലെ ഇങ്ങനെ ഒരു ഇതില്ലേ. ഈ വെള്ളം ഇങ്ങനെ അരുവി വരുന്നിടത്താണ് പേടിക്കേണ്ടത്. ഈ സൈഡ് വഴി കണ്ടില്ലേ? അതേപോലുള്ള സ്ഥലങ്ങളില് അവിടെയാണ് കൂടുതലായിട്ട് ഉരുളുപൊട്ടി വരുന്നുണ്ട് അല്ലേ? അതെ. മഴ ആയതുകൊണ്ടാണ് പേടി. ഇല്ലെങ്കിൽ നമുക്ക് ഒരു എന്താ പറയാ, അല്ലാത്തപ്പോ അങ്ങനെ ചൊറയൊന്നുമില്ല അവിടെ. നല്ല രസമുള്ള നല്ലൊരു ഏരിയ തന്നെയാ. നല്ല വൈബ് കാഴ്ചകളാണ്. സൂപ്പർ റോഡും ഉണ്ടോ കിച്ചു? പുറത്ത് ഉള്ള ചീവീടിന്റെ ഒച്ച കേട്ടോ? ഇല്ലല്ലേ? നേരത്തെ ഉണ്ടായിരുന്നു. നമ്മളിപ്പോ എത്രയോ അടി ഹൈറ്റിലാണ്. ഒരുപാട് ഉയരത്തിലാണ് ഇപ്പൊ. കിച്ചു എന്താ പറയണേ? ഒന്നും കാണാൻ പറ്റണില്ല അല്ലേ? കുറച്ചൊക്കെ എങ്ങനെ കാണാം. ആ സൈഡ് വഴിയല്ലേ? അങ്ങനെയൊക്കെ കാണുമ്പോഴാണ് ഒരു പേടിയില്ലേ? അതിന്റെ ഏറ്റവും ടോപ്പിൽ നിന്നാവും പിന്നെ ഒന്നിച്ചിട്ട് വരല്ലേ? അന്നലെ മലപ്പുറത്ത് കണ്ടില്ലേ ആ ചെളി ഒന്നായിട്ട് ഒഴുകിയിട്ട് വരുന്നത്? കണ്ടത്. മണ്ണടക്കം ഒന്നായിട്ടുണ്ട്. ഭയങ്കര തമ്മിലാണ് വരല്ലേ? എത്രങ്ങാനും ആൾക്കാരാണ് അതിന്റെ അവിടെ നോക്കി നിക്കണത്. വേറെ കാര്യം ഇവിടുന്ന് എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ അറിയ പോലുമില്ല. മണ്ണിടുന്നിട്ട് പോയാ പോയി. നമ്മളിങ്ങോട്ട് വന്നിട്ടുണ്ട് തന്നെ ആൾക്കാർക്ക് അറിയില്ല. ഈ മരൊക്കെ ഇടിയാറായി കേട്ടോ. വനപ്രദേശം കഴിഞ്ഞു. വനം കഴിഞ്ഞു. ഇനിയിപ്പോ താഴോട്ട് ആയി കഴിഞ്ഞ വീടുകളൊക്കെ ആവൂലേ? ഇവിടെ നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് ഈ ഒരു ഏരിയ. ഇവിടെ ഈ ഒരു കോട ആയതുകൊണ്ട് ഒന്നും കാണില്ല. ഒന്നും കാണാൻ പറ്റില്ല. കൃഷിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാകുന്നുണ്ട്. നല്ല കൃഷി സ്ഥലം തണുപ്പായിട്ടാണ്. ഈ ഒരു തോട്ടം അടിപൊളി തോട്ടം. നല്ല നല്ല സെറ്റപ്പിൽ നോക്കിക്കൊണ്ട് കിടക്കണം. ഫുള്ള് പച്ചപ്പുള്ളൊരു സ്ഥലമാണല്ലേ? പക്ഷെ കുത്തനെ ഇറക്കാണ് കണ്ടല്ലേ?
അങ്ങോട്ടേക്ക് താഴെ കൂടെ റോഡ് വേണം. പിന്നെ അല്ലേ തേങ്ങയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിലേ അങ്ങോട്ടൊക്കെ വീടുകളുണ്ട്, താഴോട്ടൊക്കെ. ഇങ്ങോട്ട് വീടുകളാ, ഇവിടൊക്കെ ഇഷ്ടം പോലെ വീടുകളുണ്ട്. ഇവിടുത്തെ ഒരു നിരപ്പ് സ്ഥലം എന്ന് പറഞ്ഞത് ഈ കാണുന്നതാണ്. ഇങ്ങോട്ടല്ലേ ഈ ഒരു ഭാഗങ്ങള് അങ്ങ് ആ മലയുടെ മണ്ടക്കൊക്കെ വീടുകൾ കണ്ടോ, അങ്ങ് ദൂരല്ലേ. മഴ കുറച്ച് കുറഞ്ഞില്ലേ ഇങ്ങോട്ട് എത്തിയപ്പോ? ആ ഫോറസ്റ്റ് ആയതുകൊണ്ടാണ് അവിടെ പെരുമഴ വന്നത്. അവിടെ മഴ കൂടുതലാ, ഫോറസ്റ്റ് ഏരിയ അല്ലേ. അവിടെ ഇങ്ങോട്ടാണ് മഴ കൂടുതലുണ്ട്. പന്തിക്കാലെത്തി, പന്തിക്കാൽ സ്ഥലത്തിന്റെ പേരാണ് പന്തിക്കാൽ. അവിടുന്ന് ഇപ്പൊ താഴേന്ന് ഇങ്ങോട്ട് 7 കിലോമീറ്റർ ആയിട്ടാണ് അല്ലേ? ആണോ? ഏത് മേലെ വരെ അതോ ഏറ്റവും ആ ടോപ്പ് വരെ അല്ലേ? ടോപ്പ് വരെ. അവിടെ ഇവിടെ ആയിരുന്നു അവരുണ്ടായിരുന്ന, ഇടുക്കിയിലുണ്ടായിരുന്ന അവരുണ്ടായിരുന്നില്ലേ? അവരെ കാണാൻ വേണ്ടിയായിരുന്നു ഇപ്പൊ നമ്മള് കാര്യമായിട്ട് വന്നേന്ന്. പക്ഷെ അവര് പോയി, മഴയും കൊണ്ട് പോയതാ. തിരിച്ചു വരുമായിരിക്കും, 2 ദിവസം കഴിഞ്ഞ് വരുമായിരിക്കും മഴ കുറഞ്ഞു. ഇത് കണ്ടോ ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് ചെളിവെള്ള ചെളിവെള്ളം അധികം നിർത്താൻ നിക്കണില്ല. കലക്കവെള്ളം അങ്ങനെ ചെളിയായി വരുന്നിടത്ത് മതിയോ നിക്കാൻ പറ്റില്ലല്ലേ? ഇതുണ്ട് ഈ കല്ലുവാഴ കണ്ടോ, അതായില്ലല്ലേ? ആയില്ല. ഞാൻ പണ്ടത് കൊറേ പൈസക്ക് വിറ്റുണ്ട്. അതിന്റെ വിത്തല്ലേ? കല്ലുവാഴ ഇവിടെ കൊറേ സ്ഥലങ്ങളിലുണ്ട്. അന്നത്ര 300 രൂപയൊക്കെ കിലോയ്ക്ക് വിറ്റുണ്ട്. എറണാകുളത്തുള്ളവർക്ക് അവിടുന്ന് ഇവിടുന്ന് കൊറേ ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആയുർവേദത്തിലുള്ളവരോടൊക്കെ വിളിച്ച് അവര് ഫ്രീ ആയിട്ട് കിട്ടണം പറഞ്ഞു. ഫ്രീ ആയിട്ട് ഇപ്പൊ നമ്മളിപ്പോ കാട്ടിൽ പോയിട്ട് പറിച്ചോണ്ടേ കൊടുക്കുക. പിന്നെ ലാസ്റ്റ് പിന്നെ കൊറേ ആൾക്കാർ വിളിച്ചു, അന്നേരത്തേന് പിന്നെ സാധനം കഴിഞ്ഞു. അതെന്താ മൂത്രത്തിക്കല്ലിന് അങ്ങനെ എന്തൊക്കെയോ സംഭവത്തിന് ഉപയോഗിക്കുന്നത്. അങ്ങനെ മരുന്നാണത്. ഇതിന്റെ മേലൊരു ബംഗ്ലാവ് ഒക്കെ ഉണ്ടായിരുന്നു. എവിടെ? പിന്നെ മണ്ടക്കി, മലേന്റെ മണ്ടക്കോ? ഇതൊക്കെ ഭയങ്കര എന്താ പറയാ, ഭയങ്കര പൈസ ഉണ്ടായിക്കൊണ്ടിരുന്ന സ്ഥലം. അതൊക്കെ ലക്ഷക്കണക്കിന് പൈസ കൃഷി ചെയ്തിട്ടേ, റബ്ബർ, കവുങ്ങ്, പിന്നെ കുരുമുളക്. ഇവിടെ ആ വീടുണ്ട് അതിന്റെ മേലെ. കണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല. അത് പോണെന്നൊക്കെ ഉണ്ട്. പക്ഷെ ചിലപ്പോ വർഷങ്ങൾക്ക് മുമ്പ് നല്ല പൈസ ഉള്ള ഏതേലും ആൾക്കാരാണ് അന്നത്തെ കാലത്തെ പള്ളിയുടെ ആയിരുന്നു അങ്ങനെയൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. പോയി കണ്ടാലേ അറിയുള്ളൂ അറിഞ്ഞില്ലേ. അങ്ങോട്ടൊക്കെ കേറിപ്പോലും വേനൽക്കൊക്കെ ആണെങ്കിലും നടക്കുള്ളൂ അല്ലേ? മഴത്തൊക്കെ കേറിപ്പോലും റിസ്ക് ആണ്. ഇങ്ങോട്ടൊക്കെ വീടുകളായിട്ടോ. നല്ല ഇവിടെ വിലയും കൂടിയുണ്ട് സ്ഥലത്തിന്. അത്യാവശ്യം നല്ല മാർക്കറ്റ് ഉണ്ട് ഈ ഒരു ഏരിയയിലൊക്കെ. ഇങ്ങോട്ടാണെങ്കിൽ റാണിപുരത്ത് വണ്ടികൾ ഇങ്ങനെ സൈഡിൽ നിർത്തിയിരുന്ന പേടിയപ്പോ, റോഡ് സൈഡിനൊക്കെ നിർത്തിയിടുമ്പോ. ഇന്നിപ്പോ ഒരു വണ്ടി പോലും ഇല്ലല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട്. വണ്ടികളില്ല, ആരും മഴ കാരണം പുറത്തിറങ്ങുണ്ടാവില്ല. ഒന്നാമത് മൊത്തത്തില് ഇങ്ങനത്തെ ഒരു പ്രശ്നല്ലേ, ജാഗ്രത ഇതുള്ളതല്ലേ. പെരുന്തടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പൊ ചെറിയ ചെറിയ ചായക്കടകളൊക്കെ ഉണ്ടല്ലേ. ഇവിടെ താഴത്ത് ഇത് ചായക്കടയാണ്. നമ്മൾ ഇത്രയും കാലായിട്ട് എന്റെ മേലെ കേറിയിട്ടില്ല അല്ലേ? ഇതിന്റെ അല്ലേ? ഇല്ല. എന്തുകൊണ്ട് നമ്മള് കേറിയില്ല? നടക്കാനുള്ളതുകൊണ്ട് അല്ലേ? കൊറേ നടക്കാണ്ട്, 1 മണിക്കൂറോ 1.5-2 മണിക്കൂറോ നടക്കാണ്ട് തോന്നണ. അവിടേക്ക് വീട് താഴെ ഫുള്ള് റബ്ബറാട്ടോ. പക്ഷെ കൃഷിക്ക് പറ്റിയ സ്ഥലമാണ്. തണുപ്പ് പ്രദേശമായോണ്ട് എന്ത് സാധനം നട്ടുണ്ടാവും. തണുപ്പുണ്ട്, നല്ല മണ്ണുമാണ്. അങ്ങോട്ടൊക്കെ വീടുകളായി, താഴോട്ട് ഫുള്ള് വീടുകളാ.
വണ്ടി വരും. ഈ ഇടയ്ക്ക് നമ്മളെ ചിറ്റാരിക്കൽ ഇതേപോലെ അന്ന് പെരുമഴ ചെയ്തപ്പോ റോട്ടിൽ കൂടെ ഒക്കെ ഫുള്ള് വെള്ളം പോയത് ഓർമ്മ നമുക്ക്. അതേപോലെ അല്ലായിരുന്നു അന്ന്. അന്ന് വണ്ടിന്റെ ഗ്ലാസ്സിലോട്ടാണ്ട് വെള്ളം തെറിച്ച. എവിടുന്നായിരുന്നു തെറിച്ച്? എവിടുന്നറിയില്ല, പുല്ലുണ്ടാക്കുന്ന നോക്കി. മഴ കുറയുന്ന ടൈമിൽ എല്ലാരും പുല്ല് വെട്ടാനൊക്കെ ഇറങ്ങുന്നുണ്ട് അല്ലേ? പശുക്കളുള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സുഖാണ്, പുല്ലിഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അത് ചെത്തി കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ സമയം ആയി കിട്ടണ്ടേ. റിസോർട്ടല്ലേ? അവിടെ റിസോർട്ട് എന്തോണ് മൊത്തം അപ്പിടി കാടാ, ഫുള്ള് കാടാ. അതെന്തിയാവോ അങ്ങ് എവിടെയല്ലേ? നീ എന്തെങ്കിലും സൈലന്റ് ആയിട്ടിരിക്കണേ? ഒരു മാല കണ്ടോ? നല്ല അടിപൊളി മാലട്ടത്. ഇത് കണ്ടോ? ഇപ്പൊ സ്ഥിരം ഇടലുണ്ടല്ലേ? അങ്ങനത്തെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടൊക്കെ കണ്ടുപോവാ. തെങ്ങാണ് മെയിൻ. തെങ്ങ് അങ്ങോട്ടൊക്കെ ഫുള്ള് തെങ്ങാണ്, താഴോട്ടല്ല. ഫുള്ള് കവുങ്ങാട്ടോ അങ്ങോട്ട്. തെങ്ങും കവുങ്ങും. തെങ്ങ് കവുങ്ങ്. തണുത്ത കാറ്റുണ്ടല്ലേ? ചെവി അടയുണ്ടല്ലേ? വീട് കണ്ടോ? പുതിയ വീട്. പുതിയതാണത്, പുതിയ വീട്. നല്ല മഴയൊക്കെ ആസ്വദിച്ച് കഴിയാലേ. മഴയത്തൊക്കെ ഇങ്ങനെ വരാൻ നല്ല രസമാണ് ഇതിലെല്ലാം. പക്ഷെ കോട കയറി കഴിഞ്ഞാൽ പിന്നെ വ്യൂ ഒന്നും കാണാൻ പറ്റൂല. ഈ 3 കിലോമീറ്റർ കൂടി പനത്തടി. ഇന്നിപ്പോ ചൊവ്വാഴ്ച അല്ലേ? ഇന്ന് ചൊവ്വാഴ്ച. ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. ഒരാഴ്ച കിട്ടൂലേ? 2 ആഴ്ച പോയി നിൽക്കായിരുന്നു നാട്ടിലല്ലേ? ഇന്നിപ്പോ നാട്ടിൽ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 4-5 ദിവസം കിട്ടൂലേ? പക്ഷെ ഇനിയിപ്പോ നാളെ മറ്റന്നാൾ എങ്ങനെയാ ഇതാ അറിയില്ലല്ലോ. നാളെ എന്തായാലും ലീവ് തന്നെ ആയിരിക്കും. ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ലീവായിരിക്കും. പിന്നെ അങ്ങോട്ടൊക്കെ ഉരുള് പൊട്ടിയോണ്ട് പിള്ളേർക്കൊക്കെ സ്കൂളിൽ പോകാനൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? എന്തായാലും ലീവ് കൊടുക്കാൻ സാധ്യത ഉണ്ട്. മഴയത്ത് എങ്ങനെ പഠിക്കാനോ? നമ്മൾ പഠിച്ച സമയത്തൊന്നും പിന്നെ ഇങ്ങനെ ഫുള്ള് ലീവായിട്ടൊന്നുമില്ല. പറ്റണവര് ചെല്ലാം, അടുത്തുള്ളവർക്ക് ചെല്ലാൻ പറ്റുന്നവർക്ക് ചെല്ലാന്നുള്ള അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ വണ്ടിയെല്ലാം കഴുകാല്ലേ? വണ്ടി കഴുകിക്കൊണ്ടിരിക്കുന്നു. ലച്ചു എന്താ ഉണ്ടായിരിക്കുന്നേ? ലച്ചു പൊതുവെ സൈലന്റ് ആണ് ഇപ്പല്ലേ? രണ്ടാളും സൈലന്റ് ആണ്. റാണിപുരം കാണാത്തോണ്ടുള്ള സങ്കടാണോ? പറ ലച്ചു, എന്താ മിണ്ടാത്ത നീ? മരം അത് ഇല പൊഴിയുന്നല്ലേ? റബ്ബർ കണ്ടോ? റബ്ബറാണ് ഫുള്ള് താഴെ. കുറച്ച് വലിയ തോട്ടാണുള്ളത്. വലിയ തോട്ടം. അങ്ങോട്ടൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങോട്ടല്ല, താഴോട്ട്. വണ്ടി മറിഞ്ഞു കിടക്കുന്നുണ്ടോ? ആകെ പൊളിഞ്ഞു. അങ്ങോട്ടേക്ക് താഴോട്ടേക്ക് ഫുള്ള് കൊക്കയാണ്. താഴോട്ടാണ്ടേ, അങ്ങ് താഴോട്ട് ഫുള്ള് കൊക്കയാ. ഉണ്ടോ? അങ്ങോട്ട് പോകാതെ ഇതായത് ഭാഗ്യം. ആകെതായിട്ടുണ്ട്. സീറ്റ് മൊത്തം പൊളിഞ്ഞ് തകർന്നു. ആ ഒരു സാധനത്തിൽ വന്ന് ഇടിച്ചങ്ങോട്ട് ഇതായതാക്കിയാ തോന്നുന്നുണ്ട്. അങ്ങോട്ടുണ്ടോ? ഫുള്ള് കൊക്കയാ. ഒന്നുമില്ല, വീടുകളോ ഒന്നുമില്ല താഴെ. പണിക്കാരെ ഷെഡോ അങ്ങനെ എന്തൊക്കെയോ ഉള്ളു താഴെ.
പതുക്കെ പോണം. പതുക്കെ പോയാലും ഇപ്പൊ എന്താ വെച്ചാൽ ഇങ്ങനെ ഇത് കണ്ട ഇപ്പുറത്ത് കണ്ട പായലാണിത്. അത് ചവിട്ടി കഴിഞ്ഞാൽ തെന്നിയത് പോകും വണ്ടി. ജീപ്പ് ഇപ്പുറത്ത് നിർത്തിയിട്ടേക്കണേ. ഒന്നാമത് ഇതിന്റെ വര എവിടെയാന്നുള്ളതൊന്നും കാണുന്നില്ല. റോങ്ങിൽ കൊണ്ടുപോയി നിർത്തും. എന്നിട്ട് അവിടുന്ന് ഏതെങ്കിലും വണ്ടി വന്നു കഴിഞ്ഞാൽ അവന്റെ മുഖത്തോട്ട് നോക്കി ഇങ്ങനെ നിൽക്കും. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഗ്ലാസ് ഒക്കെ ഫുള്ള് തുറന്നിട്ട കാരണേ. വീട് കണ്ടോ? സ്റ്റൈലില്ലേ? കുറച്ച് ഹൈറ്റിലായി പോയില്ലേ? റോഡ് ലെവലിൽ ഇങ്ങനെ വെക്കണല്ലേ വീട്? വീടിന്റെ ആ ഒരു ഭംഗി സംഭവങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടല്ലേ ആ റോഡിന്റെ ആ ഒരു ഇതിൽ തന്നെ നിക്കണം. റോഡ് ലെവലിൽ വെക്കണം. അവന്റെ ഫുള്ള് മരമാണ്ട് ലോഡ് കയറ്റിയേക്കണ്. ഫുള്ള് ലോഡാല്ലേ? വലിയ തടിയാണ്. അവിടുന്ന് വണ്ടി ഉണ്ട്. പോയാ പോയിക്കൂടെ? പോവാ. ഫുള്ള് ലോഡാട്ടോ. അവര് ഇന്നത്തെ വർക്ക് കഴിഞ്ഞ് അവര് പോവാണല്ലേ? മൊത്തത്തിൽ കോട കയറിയ കാരണേ നല്ല രസമുണ്ട്. തണുപ്പ് ഇങ്ങനെ ടൗണിക്ക് എത്താനായില്ലേ? പെരുന്നപ്പല്ലേ? എങ്ങനെയുണ്ട് കോടയാത്ര? എനിക്ക് ഇഷ്ടപ്പെട്ടടാ നമ്മളെ ഈ ഒരു യാത്ര. എന്താ എന്റെ ഒരു അഭിപ്രായം പറയടാ. തണുപ്പാണല്ലേ? ഓന് പിന്നെ ഇങ്ങനത്തെ യാത്രകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എവിടെയും പോകാന്നൊക്കെ പറഞ്ഞാ കൊറേ സ്ഥലങ്ങൾ തെരഞ്ഞു കണ്ടുപിടിക്കുന്നത്. അവിടെ പോവാ ഇവിടെ പോവാം. ശ്രാവണ ബലകോളൊക്കെ തെരഞ്ഞു കണ്ടുപിടിച്ച അവിടെ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ ആനാണ്. ഞാൻ കണ്ടു. എന്തേ? റബ്ബറുകൾ ഉണ്ടല്ലേ? റബ്ബറാണ് മെയിൻ ആയിട്ട് വെച്ച് പിടിപ്പിച്ചത്. ടാപ്പിംഗ് ആക്കില്ല കേട്ടോ. മഴക്കാലത്ത് ടാപ്പിംഗ് ആക്കലുണ്ടാവില്ലായിരിക്കും അല്ലേ? മഴക്കാലത്ത് ടാപ്പിംഗ് കുറവാ. ഈ ഒരു ഏരിയകളിൽ ഫുള്ള് അങ്ങനെ തന്നെയാ കൊറേ ഏറല്ലേ? അങ്ങനെ നമ്മൾ ഏകദേശം അങ്ങനെ ഗൈസ് നമ്മൾ ഏകദേശം ടൗണിലോട്ട് എത്താനായില്ലേ? പനത്തടിയിലേക്ക് എത്തി. പനത്തടിയിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ. ഇത് പനത്തടിന്ന് 7-8 കിലോമീറ്റർ. ഷോർട്ടറൊക്കെ ഇട്ടുണ്ടല്ലോ. ഷോർട്ടർ അത്ര ഹൈറ്റിനൊക്കെ എങ്ങനെ ടാപ്പിംഗ് ആക്കാനാ? കോണി വെച്ചിട്ട് കേറൂലേ? അതിങ്ങനെ ഓരോ ഭാഗം റൗണ്ടിൽ ചെത്തി ടാപ്പിംഗ് ആക്കും തോറും മാറ്റി വെച്ച് വെച്ച് ആക്കണ്ടേ? മെനക്കെട്ട പണിയാണല്ലേ. കാഞ്ഞങ്ങാടിന് 35, ആവുങ്കാൽ 33, പാണത്തൂരിന് 7.7 കിലോമീറ്റർ. അങ്ങനെ പനത്തടി ടൗണിക്ക് എത്തിയപ്പോ അതാണ് വളാന്തോട് സ്കൂള്. പനത്തടി സ്കൂൾ. അപ്പൊ പനത്തടി ടൗണിലോട്ടെത്തി. അത് പാണത്തൂര്. നേരെ അങ്ങോട്ട് പോയാൽ പാണത്തൂര്. നമ്മൾ നേരെ ഇങ്ങോട്ട് തിരിഞ്ഞാല് കാഞ്ഞങ്ങാട് പോണ റോഡ്. മഴ ഇങ്ങനെ പെയ്യും. മറ്റൊരു വീഡിയോമായി അടുത്ത കിടുക്കാച്ചി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അല്ലേ? അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.